പറയുന്നുണ്ട്. ഇങ്ങനെ പരീക്ഷണം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആരാണ് അള്ളാഹുവിനെ അംഗീകരിക്കുന്നത്? ആരാണ് സത്യനിഷേധികൾ? ആരാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ? ആരാണെന്ന് മനസ്സിലാക്കാനാണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷണം നൽകുന്നത്. പിടിച്ചു നിൽക്കണം നമ്മൾ. പരീക്ഷണങ്ങളിൽ പതറേണ്ടവരല്ല നമ്മൾ. പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, പ്രാരാബ്ധങ്ങളിൽ തളരേണ്ടവരല്ല നമ്മൾ. അള്ളാഹു നൽകിയതാണ്, ഇത് അള്ളാഹുവിന്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനത്തോടെ വെല്ലുവിളികൾ നേരിടേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. അപ്പോഴേ മുസ്ലിം ആവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, എത്ര കാലമായി ഇങ്ങനെ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞത് മുതൽ സമാധാനം കിട്ടുമോ, സന്തോഷം ലഭിക്കുമോ എന്ന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. എന്നാണ് ഈ സമാധാനം വരുന്നത്? എന്നാണ് ഈ സന്തോഷം വരുന്നത്? എത്ര പ്രയാസങ്ങളാണ് സഹിക്കാൻ തുടങ്ങിയത്? അലാ തസ്തൻസിറു ലനാ, നബിയേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വന്ന് അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൂടെ? അലാ തദഉല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്തുകൂടെ? കഴിയുന്നില്ല നബിയേ, എത്ര കാലമായി ഈ പരീക്ഷണങ്ങളുടെ നടുക്കടലിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് ദുആ ചെയ്തുകൂടെ അള്ളാഹുവിനോട്? ആരാണ് ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു? ആരാണ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോഴാണ് ഒരു മനോഹരമായ കസേര ഇരിക്കുന്നത് കാണുന്നത്, ഒരു മനോഹരമായ ഇരിപ്പിടം കാണുന്നത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ആർക്കാണ് ഈ കസേര, ആർക്കാണ് ഈ ഇരിപ്പിടം നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്? അപ്പോഴാണ് മഹാനായ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട രണ്ടാം പ്രതിനിധി ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ അർഹൻ ഒരാൾ മാത്രമാണ്. ഇവിടെ ഇരിക്കാൻ ഒരൊറ്റ ഒരാൾക്കേ അർഹതയുള്ളൂ. അപ്പൊ ചോദിച്ചു, അതാരാണ്? പറഞ്ഞു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു എന്നല്ലാതെ വേറെ ഒരാൾക്കും ഇവിടെ ഇരിക്കാൻ അർഹതയില്ല. അതിന്റെ ശക്തമായ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ നഗ്നനായി, വിവസ്ത്രനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ ഹബീബിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്ന ആളാണല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു. ആമൻതു ബില്ലാഹി വറസൂലി, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മഹാനായ ബിലാൽ തങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ എത്രയാണ്! ദാഹിച്ചിട്ട് വയ്യ, എന്നിട്ട് ദാഹം കൊണ്ട് സഹിക്കാൻ കഴിയാതെ വെള്ളം തരുമോ എന്ന് മഹാനായ ബിലാൽ തങ്ങൾ താല്പര്യത്തോടെ വായ തുറന്ന് കാത്തിരിക്കുമ്പോഴാണ് മഹാനായ ബിലാൽ തങ്ങളുടെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച ആ വായയിലേക്ക് വസ്ത്രം ഉയർത്തിക്കൊണ്ട് മൂത്രമൊഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ചോദിച്ചപ്പോഴാ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തത്. നഗ്നനായിട്ടാണ് വിളിച്ചു കൊണ്ടുപോയത്. വെള്ളമില്ല, ശക്തമായ വലിയ ഭാരമുള്ള പാറക്കല്ലുകൾ കൊണ്ടുവന്നു മഹാനായ ബിലാൽ തങ്ങളുടെ ശരീരത്തിലേക്ക് കയറ്റി വെച്ചിട്ടില്ലേ? എത്ര കഷ്ടമാണ് ബിലാൽ തങ്ങൾ സഹിച്ചത്. അതുകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് മാത്രമേ ഇവിടെ ഇരിക്കാൻ അർഹതയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഖബ്ബാബ് തങ്ങൾ തന്റെ വസ്ത്രം ഇങ്ങനെ ഉരിഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത്. തന്റെ വസ്ത്രത്തിന്റെ ബട്ടൺ മാറ്റുകയും എന്നിട്ട് തന്റെ പുറം ഭാഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അമീറുൽ മുഅ്മിനീൻ, എന്റെ പുറം ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബിലാൽ തങ്ങൾ സഹിച്ച കഷ്ടത്തിന്റെ കഥകൾ മാത്രമാണല്ലോ നിങ്ങൾ പറയുന്നത്. ഞാൻ അനുഭവിച്ച പരീക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ക്രൂരമായ മർദ്ദനങ്ങളാണ് ഞാൻ ഏൽക്കേണ്ടി വന്നത്. പിന്മാറാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, എന്റെ കൈകാലുകൾ മുറിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, എന്റെ ശരീരത്തെ കഷ്ണമായി തുണ്ടമായി നിങ്ങൾക്ക് കഴുകന്മാർക്ക് വലിച്ചെറിഞ്ഞ് നൽകാൻ സാധിച്ചേക്കാം, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും നിൽക്കുന്ന ഒരു അടുപ്പുണ്ടാക്കുന്നത്, തീ കൂട്ടുന്നത്. എന്നിട്ട് വിവസ്ത്രനായ എന്നെ അവരടുപ്പത്തേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, മാറാൻ തയ്യാറുണ്ടോ? അടുപ്പത്തിൽ എന്റെ ശരീരം ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്റെ തോലുകൾ ഇങ്ങനെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ചോദിക്കുന്നുണ്ട്, ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ?